കിരൺ, നമുക്ക് അതുമായി ബന്ധപ്പെടുത്തിയുള്ള വിഷയത്തിലേക്ക് തന്നെയാണ് അടുത്തതായി കടക്കേണ്ടത്. നിരവധിയായ വിമർശനങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അത് ഈ വർഗീയ വിഷം ചീറ്റുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇന്നലെ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ, അദ്ദേഹം കഴിഞ്ഞ തവണ ന്യൂസ് 18 ഉൾപ്പെടെ നൽകിയ അഭിമുഖത്തിൽ ഈ വിമർശനങ്ങളൊക്കെ തള്ളിക്കളയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി നൽകിയ ചില അഭിമുഖങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ താൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഒരിക്കലും ന്യൂനപക്ഷങ്ങൾക്കെതിരല്ല താൻ, പ്രതിപക്ഷം പ്രീണന രാഷ്ട്രീയമാണ് കാണിക്കുന്നത്, കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയാണ് താൻ വിമർശിക്കുന്നതെന്ന് നരേന്ദ്രമോദി പറയുന്നു. കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് ഭരണഘടനയ്ക്ക് എതിരായിട്ടാണെന്നും മോദി പറഞ്ഞു. ഈ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആവർത്തിച്ച് നരേന്ദ്രമോദി തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തള്ളിക്കളയുകയും അവിടെ നിന്നിറങ്ങി, ആ സ്റ്റുഡിയോയിൽ നിന്നിറങ്ങി അല്ലെങ്കിൽ ആ അഭിമുഖത്തിൽ നിന്നിറങ്ങി വന്ന് അടുത്ത പ്രചരണവേദിയിൽ വന്ന് ഇക്കാര്യങ്ങളൊക്കെ ആവർത്തിക്കുകയും ചെയ്യുകയാണ്. പ്രധാനമന്ത്രിക്ക് ഇത്തരം നിഷേധിക്കലുകളിലൂടെ തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയാനും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനും കഴിയുമെന്ന് കിരൺ വിശ്വസിക്കുന്നുണ്ടോ? രേണുക, ഇതിനകത്ത് പ്രധാനമന്ത്രി അങ്ങനെ ചെയ്യുന്നതിന് പിന്നിൽ നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയമുണ്ട്. പ്രധാനമന്ത്രി ആദ്യം, ഞാൻ ഒരു കാരണവശാലും ഒരു മുസ്ലിം വിരോധം എനിക്കില്ല, ഞാനങ്ങനെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും വേറിട്ട് കണ്ടിട്ടില്ല, അങ്ങനെ കാണുന്ന എൻ്റെ മനസ്സിൽ തോന്നിയാൽ ഞാൻ എൻ്റെ പൊതുജീവിതം തന്നെ അന്ന് അവസാനിക്കുകയാണ് എന്നൊക്കെ ഒരു പ്രധാനമന്ത്രി പറയുമ്പോൾ അത് പറയുന്നത് വാരണാസിയിൽ വെച്ചിട്ട് നടക്കണം. വാരണാസിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിക്ക് വാരണാസിയിൽ മത്സരിച്ചാൽ തന്നെ അതിന് ആര് എന്ത് പറഞ്ഞാലും അനായാസം തന്നെ വിജയം ഉറപ്പാണ്. അതിനകത്ത് ഇതുവരെയുള്ള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അത്യത്ഭുതങ്ങൾ വല്ലതും സംഭവിക്കണോ അല്ലെങ്കിൽ അനായാസം ജയിക്കാൻ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിങ്ങിന്റെ ഭൂരിപക്ഷം കൂട്ടി മിനിമം 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കണമെന്ന് അത്യധികമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ 14.98 വോട്ട് എന്ന് വെച്ചാൽ ഏകദേശം 15% വോട്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ടാണ്. ഈ മുസ്ലിം വോട്ടിൽ ഒരു വിഭാഗമെങ്കിലും മോദിക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ഈ വോട്ടിംഗ് ഭൂരിപക്ഷം ഉയർത്താൻ കഴിയൂ. അതൊക്കെ കൊണ്ടാണ് അദ്ദേഹം അവിടെ അത് പറയുന്നത്. UP പോലെ സംസ്ഥാനത്ത് അവിടെ പറയുന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഒരു ഏതെങ്കിലും ദേശീയ ചാനൽ ഇംഗ്ലീഷിൽ അഭിമുഖം കൊടുക്കുന്നു അല്ലെങ്കിൽ ഹിന്ദിയിൽ അഭിമുഖം കൊടുക്കുന്നു എന്ന് കരുതി അതെല്ലാം നേരിട്ട് അവിടുത്തെ വോട്ടർമാരെ ഒന്നും ബാധിക്കുന്നില്ല. കിരൺ, പക്ഷെ അദ്ദേഹം ഇന്ന് എടുത്തു കാട്ടുന്ന ഒരു കാര്യം, പ്രതിപക്ഷം കാണിക്കുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസ് കാണിക്കുന്നത് പ്രീണന രാഷ്ട്രീയമാണ്, വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അവർ നടപ്പിലാക്കുന്നത്. ഇതിനെ തുറന്നു കാട്ടാൻ വേണ്ടിയാണ് താൻ പരാമർശങ്ങൾ നടത്തുന്നത്, അത് താൻ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന തരത്തിൽ വരുത്തി തീർക്കുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും പലതരത്തിലുള്ള പ്രീണനങ്ങൾ നടത്താറുണ്ട്. കോൺഗ്രസ് പല ഘട്ടങ്ങളിലും അത് കാണിച്ചിട്ടുണ്ട്. പല വ്യതിയാനങ്ങളും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ കോൺഗ്രസ് ആണ് എന്ന് നമുക്ക് പറയാം. ഈ രാം മന്ദിറിന്റെ വിഷയമൊക്കെ തന്നെയും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് എങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെട്ടു എന്നത് നമുക്ക് വസ്തുതയായി മുന്നിലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി, ചരിത്രം ചൂണ്ടിക്കാട്ടി, താൻ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനെതിരാണ്, താൻ ഒരു പദ്ധതി കൊണ്ടുവന്നാൽ ഒരു പദ്ധതിയുടെ പ്രയോജനം എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നു, അത് ജാതി നോക്കിയല്ല മതം നോക്കിയല്ല അത് എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു, അതാണ് തന്റെ സെക്യുലർ മൈൻഡ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മോദി ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൽ നിന്ന് ഭിന്നമാണ് തങ്ങളെന്ന് ആത്മാർത്ഥതയോടുകൂടി പറയാൻ പറ്റുമോ? രേണുക, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ രേണുക നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം രാഷ്ട്രീയത്തിലേക്ക് ഈ പറയുന്ന മതത്തിന്റെ അംശങ്ങളെ കൂട്ടിക്കലർത്താൻ ആദ്യം ശ്രമിച്ച പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് ആണ് അത്തരത്തിലേക്ക് ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്ര ഇഷ്യൂവിന്റെ ഒക്കെ തുടക്കം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഫലമൊക്കെയാണ് ഇതിന്റെയൊക്കെ തുടക്കം. BJPയുടെ വളർച്ചയുടെയും ഒരു പ്രധാന ഘടകം അത് തന്നെയാണ്. കോൺഗ്രസ് ആണ് അത്തരം ഒരു വളക്കൂറുള്ള മണ്ണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചത് കോൺഗ്രസ് ആണ്. അതിൽ നിന്ന് കോൺഗ്രസിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പക്ഷേ ഈ വളക്കൂറുള്ള മണ്ണിലൊക്കെ കോൺഗ്രസ് ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയ ഒരു സംഭവത്തെ കൃത്യമായി ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ ഷാബാനു കേസിൽ ഉൾപ്പെടെ എടുത്ത സമീപനങ്ങളുണ്ട്. അതെ, കോൺഗ്രസ് ആണ് അത്തരത്തിലേക്ക് ഒരു വർഗീയ നിലപാടുകൾ അല്ലെങ്കിൽ ഒരു മതപരമായ നിലപാടുകൾ, മതപരമായ വികാരങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനും അതിനെ വോട്ട് ബാങ്കിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിച്ചത്. പക്ഷേ ഇതേ കോൺഗ്രസ് കൊണ്ടുവന്ന സാധനത്തെ ഇപ്പോൾ എങ്ങനെയാണ് നരേന്ദ്രമോദി ഒന്നാമത്തെ ദിവസം വാരണാസിയിൽ ഇത് പറയുന്നു, രണ്ടാമത്തെ ദിവസമാണ് നരേന്ദ്രമോദി പറയുന്നത് ഇവിടെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ മുസ്ലിമിനും ഹിന്ദുവിനും വേറെ വേറെ ബഡ്ജറ്റ് കൊണ്ടുവരും എന്ന് പറയുന്നു. എന്തൊരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലൊക്കെ മുസ്ലിങ്ങൾ വരുന്നതിനോ അല്ലെങ്കിൽ ഹിന്ദു വരുന്നതിനോ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ജാതിയോ മതമോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഒരു കാലത്ത് പറയാവുന്ന ഒരു കാര്യം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരു 10-20 വർഷം മുമ്പ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവരോ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളവരോ ക്രിക്കറ്റ് ടീമിൽ വന്നിരുന്നില്ല. അതൊരു സവർണ്ണ കളി
മലയാളിയായിരുന്നു, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം കളിക്കാരും സവർണരായിരുന്നു എന്നൊക്കെ ഉണ്ട്. പക്ഷെ അപ്പർ ക്ലാസ് മുസ്ലിം, അപ്പർ ക്ലാസ് ഹിന്ദു എന്നുള്ള ലെവലില് അതൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് മാറി. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ഇന്ത്യയിലെ ചേരികളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് എത്തുന്നു. ഏറ്റവും പണ്ട് ഒരു 10-20 വർഷം മുമ്പാണെങ്കിൽ സഞ്ജു സാംസനെ പോലെ കളിക്കാരന് ഒരു കാരണവശാലും ഇന്ത്യൻ ടീമിലെത്താനോ ഇത്തരത്തിലെത്താനോ ഒന്നും കഴിയില്ല. ആ അവസ്ഥയൊക്കെ ക്രിക്കറ്റ് ടീമിൽ മാറി. സ്വാഭാവികമായിട്ട് ഇതിപ്പോൾ ഒരു ഷോയാണ്, ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ ആര് കൂടുതൽ വരുമാനം കൊണ്ടുവരുന്നത് അതൊക്കെ അടക്കം ഇതിൽ പ്രാധാന്യം. പക്ഷെ അവിടേക്ക് അടക്കം പറയുന്നത് എന്താ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മുസ്ലിം ഒരാൾ വന്നത് കരുതി ആരും അവർ മുസ്ലിം ആണെന്ന് കണ്ട് അസറുദ്ദീനെ അങ്ങനെ കണ്ടല്ല ആരും കണക്കാക്കിയത്, അല്ലെങ്കിൽ മുഹമ്മദ് കൈഫിനെ അങ്ങനെ കണ്ടല്ല ആരും കണക്കാക്കിയത്. പക്ഷേ അത്തരത്തിലേക്ക് ഒരു ആശയം കൂടി വരുമ്പോൾ സ്വാഭാവികമായും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് തോന്നും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു കെട്ടുതാലി അടക്കമെടുത്ത് കൂടുതൽ മക്കളുള്ളവർ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മോദി ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ നമ്മൾ കഴിഞ്ഞ തവണ അത് ചർച്ച ചെയ്തതാണ്. കൂടുതൽ മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ അത് ന്യൂനപക്ഷങ്ങളാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് വിചാരിക്കുക? കൂടുതൽ ഏത് മതത്തിലായാലും ദാരിദ്ര്യമുള്ളിടത്ത് കൂടുതൽ മക്കളുണ്ടാകും, അത് സ്വാഭാവികമാണ്. ഞാൻ അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് നരേന്ദ്രമോദി അത് വിശദീകരിക്കുന്നത്. ഇതെല്ലാം ഈ വിശദീകരണമൊക്കെ വരുമ്പോഴും ആളുകൾ പറയുന്നത് പോലെ ജിഹാദ് ചേർത്ത് പറഞ്ഞത് എങ്ങനെ വിശദീകരിക്കുന്ന അറിയില്ല. അരിയാഹാരം കഴിക്കുന്നവരോ അല്ലെങ്കിൽ ഗോതമ്പ് കഴിക്കുന്നവരോ എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരാൾ എന്തിനാണ് ഒരു നേതാവ് ഒരു ആശയം പറയുന്നത്, ആ ആശയത്തെ ഏത് തരത്തിലാണ് കൺസീവ് ചെയ്യേണ്ടത് എന്നത് സാധാരണക്കാർക്ക് നല്ല ബോധ്യമുണ്ട്. അത് ആ തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. എങ്ങനെയാണ് മുസ്ലിം ഹിന്ദു പറയുന്നത് പ്രധാനം ഇതിന്റെ ഉന്നം ഇത് മാത്രമാണ്. കോൺഗ്രസ് എസ് പി സഖ്യം ജയിച്ചാല് ജിഹാദുകൾക്ക് കൊടുക്കും എന്നതാണ് പറഞ്ഞത് നരേന്ദ്രമോദി വിശദീകരിച്ചത്. അത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. യു പിയെ സംബന്ധിച്ച് യു പിയിൽ ബി ജെ പിക്ക് ആശങ്കയുണ്ട് എന്നുള്ളത്. അതിൽ ആദ്യ ഘട്ടങ്ങളിൽ എവിടെയും ദക്ഷിണേന്ത്യൻ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിലോ അല്ലെങ്കിൽ മറ്റു ഘട്ടത്തിലോ ഒന്നും ആദ്യ 2, 3, 4ാമത്തെ ഘട്ടം വരെ യഥാർത്ഥത്തിൽ ആ തരത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുദ്രാവാക്യങ്ങളെ മാറ്റിയിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ സമയത്ത് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ യു പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് ആശങ്കയുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ്. അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ അങ്ങനെ പറയേണ്ടതില്ല. അവിടെ 2 ഘട്ടം ഒഴിവാക്കി 3ാം ഘട്ടത്തിലും 4ാം ഘട്ടത്തിലുമാണ് ഇതിലേക്ക് കിടക്കുന്നത്. മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും യു പിയിലും ഒക്കെ നിരന്തരം ഇത് തന്നെ പറയുകയാണ്. 4ാം ഘട്ടത്തോടു കൂടിയാണ് ഇത് ഏറ്റവും എനിക്ക് തോന്നുന്നത് പീക്കിലേക്ക് എത്തുന്നത്. അത് പ്രധാനമായും യു പി തന്നെയാണ് ലക്ഷ്യമിടുന്നത്. യു പിയെ സംബന്ധിച്ചിടത്തോളം യു പിയിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി നേരിട്ടാൽ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് ദേശീയ തലത്തിൽ തന്നെ നാണക്കേടാണ്. ബി ജെ പി അവിടെ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ 62 സീറ്റുകൾ നേടിയെങ്കിൽ ഇത്തവണ 70-75 സീറ്റുകളെങ്കിലും നേടണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിൽ കൂടിയാണ് ബി ജെ പി നിൽക്കുന്നത്. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ, അവിടെ ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തിന്റെ വോട്ട് ബി ജെ പിക്ക് ലഭ്യമാകാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ ഹിന്ദു വോട്ട് ഏകീകരിക്കുക, അല്ലെങ്കിൽ ഹിന്ദു വോട്ട് ജാതി വ്യത്യാസമില്ലാതെ, അത് ദളിതെന്ന് വ്യത്യാസമോ പിന്നോക്കക്കാരെന്ന വ്യത്യാസമോ ഒന്നുമില്ലാതെ ഹിന്ദു വോട്ട് ഏകീകരിക്കുക, ആ ഒരു ലക്ഷ്യത്തിലേക്ക് കൂടിയാണ് ഇത്തരം പ്രസ്താവനകൾ പ്രധാനമായും പ്രധാനമന്ത്രി നടത്തുന്നത്. അത് യു പിയെ സംബന്ധിച്ച് മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത തരത്തിൽ ഏതെല്ലോ ആശങ്ക ബി ജെ പി ദേശീയ നേതൃത്വത്തിന് യു പിയിൽ ഉണ്ട് എന്നതുകൂടി വ്യക്തമാക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ തരത്തിലേക്ക് ഒരു പ്രചരണത്തെ കൊണ്ടുപോകേണ്ടതില്ല. നരേന്ദ്രമോദി അങ്ങനെ അറിയാതെ ഒരു പ്രസംഗത്തിൽ ആവേശം കൊണ്ട് പറയുന്ന ഒരാളൊന്നുമല്ല. വളരെ തന്ത്രപരമായി തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ CAA ഈ സമയത്ത് കൃത്യമായി CAAക്ക് ആളുകൾക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. പക്ഷേ ആ പൗര സർട്ടിഫിക്കറ്റിൽ നരേന്ദ്രമോദി കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും വെല്ലുവിളിക്കുന്നു. പക്ഷെ അവിടെയെങ്ങും ഇവർ ഒരു തരത്തിലും കോൺഗ്രസോ ഇന്ത്യ സഖ്യത്തിലെ ആളുകളോ അതിൽ കൊത്തുന്നില്ല. തന്ത്രപൂർവ്വമായി അവർ മാറി നിൽക്കുന്നു. എങ്ങനെയാണോ ഈ വയനാട്ടിൽ ലീഗിന്റെ പതാക പിടിക്കേണ്ട എന്ന് തീരുമാനിച്ചത്, ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു തന്ത്രപരമായ നിലപാടായിരുന്നു. ഉത്തരേന്ത്യയിൽ അത് ലീഗിന്റെ പതാകമേ വന്നു കഴിഞ്ഞാൽ അത് പാകിസ്ഥാന്റെ പതാകയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളുകൾ ഉത്തരേന്ത്യയിലുണ്ട്. അത്തരം പ്രചരണം കഴിഞ്ഞ തവണ കോൺഗ്രസിന് കരുത്ത തിരിച്ചടിയാവുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് അവർ തന്ത്രപരമായ മൗനം പാലിച്ചപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ തന്റെ പ്രതികരണത്തിന് മറുപ്രതികരണങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുക കൂടിയാണ്. ഈ 400-ലധികം സീറ്റ് നേടിയാൽ ഭരണഘടന തിരുത്തും എന്ന് പറയുന്നത് പൂർണ്ണമായും തള്ളുകയാണ് പ്രധാനമന്ത്രി. ഇപ്പോൾ വേണമെങ്കിലും ആകാമായിരുന്നു, ഞങ്ങൾക്ക് അത് ചെയ്തില്ലല്ലോ എന്ന കാര്യം ചൂണ്ടിക്കാട്ടുകയാണ്. ഡെമോക്രസി അതെ അല്ല, ഇത്രയധികം സീറ്റുകൾ ഇപ്പോഴും ഉണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടി രാജ്യസഭയിലടക്കം ഇപ്പോഴും ഭൂരിപക്ഷത്തിന് വേണ്ടി വേണമെങ്കിൽ ഈ പുറത്തു നിൽക്കുന്ന പാർട്ടികളൊക്കെ ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ട്. പക്ഷേ നരേന്ദ്രമോദി പറയുന്നത് ഇത്രയധികം ഭൂരിപക്ഷത്തിൽ 10 വർഷം ഭരിച്ചിട്ടും ഞങ്ങൾ എങ്ങനെയാണ് പെരുമാറിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുന്നത്. കഴിഞ്ഞ ദിവസം മറുപടി പറയുന്നുണ്ട്. CAA അടക്കമുള്ള വിഷയങ്ങളിനകത്ത് ഇന്ത്യൻ ഭരണഘടന ലോകത്ത് തന്നെ അംഗീകരിക്കുന്നത് ഇന്ത്യയുടെ ഒരു മതേതരത്വ സംവിധാനം വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നടപ്പായത് എങ്ങനെയെന്ന് ആലോചിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പുസ്തകം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ആദർശം എന്ന നിലയ്ക്ക് ഇന്ത്യൻ ഭരണഘടന ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു പുരോഗമന ഭരണഘടനയാണ്. യൂറോപ്യൻ രാജ്യങ്ങളെക്കാളൊക്കെ ഏറെ പുരോഗമനാത്മകമായ ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഇപ്പോൾ ഈവൻ
ബ്രിട്ടനിൽ പോലും ഇപ്പോഴും രാജഭരണത്തിന്റെ എല്ലാ നൂലാമാലകളും നിലനിർത്തി അല്ലെങ്കിൽ അതിന്റെ പരമ്പരാഗതമായ ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള ഭരണഘടനയാണെങ്കിൽ അവർക്ക് ലിഖിതമായ ഭരണഘടനയല്ല. ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യ ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും ശാസ്ത്രീയമായ ഒരു ഭരണഘടന, പരമാവധി ശാസ്ത്രീയമായ ഒരു ഭരണഘടന നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഇതുവരെയും മതം ഒരു കാരണവശാലും പൗരത്വത്തിനൊരു മാനദണ്ഡമായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ഭേദഗതി വന്ന് ഏതെങ്കിലും ഒരു മതം ഇവർക്ക് അല്ലെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വരുന്നവർക്ക് പൗരത്വം. എന്തായാലും മോദി പറഞ്ഞിരിക്കുന്നത് ഡെമോക്രസി എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും ഞരമ്പുകളിലാണ് കുടികൊള്ളുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പറഞ്ഞത്. എന്തായാലും എല്ലാ വിമർശനങ്ങളും പൂർണ്ണമായും നിഷേധിക്കുകയും അതിന് കൃത്യമായി മറുപടി പറഞ്ഞു പോകാനുമാണ് ഓരോ അഭിമുഖത്തിലും പ്രധാനമന്ത്രി ശ്രമിക്കുന്നത്. അതാണ് നമ്മൾ ആ വിഷയം വീണ്ടും എടുത്തത്.